ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ശിവരാമന്റെ വീടാണ്. കുഞ്ഞ് നിർത്താതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേസമയം അവന്തിക ശിവരാമന്റെ ഫോണിലേക്ക് വിളിക്കുന്നു. എന്തുണ്ടവിടെ വിശേഷമെന്ന് അവന്തിക ചോദിക്കുമ്പോൾ ഈ കൊച്ച് ഏതു നേരവും കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, കരച്ചിൽ നിർത്തുന്നതേ ഇല്ല, നാശം എന്ന് ശിവരാമൻ പറയുന്നു. അത് കരയട്ടെ ശിവരാമ, അതിനാകുന്നത്ര കരയട്ടെ എന്ന് പറഞ്ഞ് അവന്തിക കോള് കട്ട് ചെയ്യുന്നു. അതേസമയം ശിവരാമന്റെ ഭാര്യ അങ്ങോട്ടേക്ക് വരികയാണ്. മോള് കരയുന്നത് കണ്ടിട്ട് നിങ്ങളെന്താ മോളെ എടുക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ പിള്ളേരായ കരഞ്ഞു നക്കിയിരിക്കുമെന്ന് ശിവരാമൻ പറയുന്നു. ഇത് കേൾക്കുന്ന ശിവരാമന്റെ ഭാര്യ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ദേഷ്യത്തോടെ പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. ആകെ വിഷമത്തോടെ അവന്തികയുടെ മുറിയിലേക്ക് വരികയാണ് സ്നേഹ. ഏട്ടത്തി, എത്ര ശ്രമിച്ചിട്ടും എനിക്ക് മറക്കാനൊന്നും സാധിക്കുന്നില്ല. ഇതിൽ നിന്നും പുറത്തേക്ക് വരാനായി ഏട്ടത്തി എനിക്കെന്തെങ്കിലും മാർഗം പറഞ്ഞു തരാമോ? പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്, എനിക്ക് ധനുഷിനെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. ധനുഷിന്റെ ഒരു കൂട്ടുകാരനെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു. ധനുഷിന് എന്നെ കാണാനും ആഗ്രഹമുണ്ടെന്നാ പറഞ്ഞത്. അവനോട് കുറച്ചു നേരം സംസാരിച്ചാൽ ചിലപ്പോ എനിക്കൊരു പക്ഷേ ആശ്വാസം കിട്ടും. ഇത് കേൾക്കുന്ന അവന്തിക മനസ്സിൽ പറയുകയാണ്, അപ്പോ നീ ഞാൻ അറിയാതെ ഇതിന്റെ ഇടയ്ക്ക് കിടന്ന് വേറെ കളിക്കുന്നുണ്ടല്ലേ, നിന്നെ ഞാൻ ശരിയാക്കുന്നുണ്ട്. തുടർന്ന് അവന്തിക പറയുകയാണ്, വേണ്ട മോളെ, അതൊന്നും ശരിയാകില്ല. നീ ഇനിയും അവനെ കാണാൻ പോകണ്ട. അല്ല, നിനക്കിപ്പോഴും അവനോട് ഇഷ്ടമുണ്ടോ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊരിക്കലും ധനുഷിനെ മറക്കാൻ സാധിക്കില്ലെന്ന് സ്നേഹ പറയുന്നു. ഇപ്പൊ ഞാൻ നിന്നോട് എന്തൊക്കെ പറഞ്ഞാലും നിന്റെ തലയിൽ അതൊന്നും കേറില്ല. പക്ഷേ ഏട്ടത്തിക്ക് നിന്നെ കൈവിടാനും ആകില്ലല്ലോ. തുടർന്ന് സ്നേഹയുടെ മുന്നിലേക്ക് ഒരു മദ്യത്തിന്റെ കുപ്പി എടുത്തു വെക്കുകയാണ് അവന്തിക. ഏട്ടത്തിക്കും ചിലപ്പോ ഇതേപോലെയുള്ളയൊക്കെ തോന്നലുകൾ ഉണ്ടാകാറുണ്ട്. അന്നേരം ഏട്ടത്തി അഭയം പ്രാപിക്കുന്നത് ഇതിലാണ്. നീയും ഇത് കഴിച്ചു നോക്ക്, നിനക്കും സുഖമായി ഉറങ്ങാൻ സാധിക്കും. നീ ഒരു കാര്യം ചെയ്, മുറിയിലേക്ക് ചെന്ന് ഒന്നുകൂടി ആലോചിച്ചു നോക്ക്. എന്നിട്ടും നിനക്ക് ധനുഷിന്റെ ഓർമ്മകൾ മനസ്സിൽ നിന്നും എടുത്തു കളയാനാകുന്നില്ലെങ്കിൽ നീ ഇവിടെ വന്ന് ഇതെടുത്തുകൊണ്ട് നിന്റെ റൂമിലേക്ക് പൊക്കോ. ഇത് കേൾക്കുന്ന സ്നേഹ തന്റെ മുറിയിലേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് സച്ചിയും അർച്ചനയും കൂടി കുഞ്ഞിന് വേണ്ട സാധനങ്ങളെല്ലാം മേടിക്കാനായി പോയിരിക്കുന്നതാണ്. എല്ലാം അർച്ചന രണ്ടെണ്ണം വീതം എടുക്കുമ്പോ അതെന്തിനാണെന്ന് സച്ചി ചോദിക്കുന്നു. ഒരെണ്ണം നമ്മുടെ കുഞ്ഞിനും ഒരെണ്ണം ശിവരാമേട്ടന്റെ കുഞ്ഞിനുമാ. നമ്മുടെ കുഞ്ഞ് ഇതൊക്കെ വെച്ച് കളിക്കുന്നത് കാണുമ്പോൾ ശിവരാമേട്ടനും വിഷമം വരില്ലേ? അദ്ദേഹത്തിന് ഇതൊന്നും മേടിക്കാനുള്ള കാശ് കയ്യിലുണ്ടാകില്ല. ഇത് കേൾക്കുന്ന സച്ചി അതിന് സമ്മതം മൂളുകയാണ്. തുടർന്ന് അർച്ചന സാധനങ്ങളെല്ലാം എടുത്ത് വണ്ടിയിലേക്ക് കയറുന്നത് വിഷമത്തോടെ നോക്കി നിൽക്കുകയാണ് സച്ചി. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. ആതിര കുഞ്ഞിനെയും കൊണ്ട് താഴേക്ക് വരുമ്പോ എന്തിനാ മോളെ നീ കുഞ്ഞിനെയും കൊണ്ട് താഴേക്കൊക്കെ വന്ന് ബുദ്ധിമുട്ടുന്നതെന്ന് സേതു ചോദിക്കുന്നു. അത് പിന്നെ അച്ഛാ, മുറിയിലിരുന്നിട്ട് വല്ലാതങ്ങ് ബോറടിക്കുന്നു, അതാണെന്ന് ആതിര പറയുന്നു. അതേസമയം മാഷും കമലയും ആവണിമോളും കൂടി നെല്ലിശ്ശേരിയിലേക്ക് വരികയാണ്. എല്ലാവരെയും കാണുന്ന ആതിരയ്ക്കും സേതുവിനും സന്തോഷമാകുന്നു. മാഷ് എന്തെങ്കിലും കാരണം കിട്ടാൻ കാത്തിരിക്കുകയാണ് ഇങ്ങോട്ടേക്ക് വരാനെന്ന് കമല പറയുമ്പോ അങ്ങനെ കുഞ്ഞിനെ കാണാനായി കാരണം നോക്കിയിരിക്കേണ്ട ഒരു കാര്യവുമില്ലെന്ന് സേതു പറയുന്നു. അല്ല, ബാക്കിയുള്ളവരൊക്കെ എവിടെയെന്ന് മാഷ് ചോദിക്കുമ്പോ സച്ചിയും അർച്ചനയും കൂടി കുഞ്ഞിനെന്തോ സാധനം വാങ്ങാൻ പോയതാണെന്നും സന്ദീപ് മുകളിലുണ്ടെന്നും ആതിര പറയുന്നു. പിന്നീട് കാണിക്കുന്നത് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സച്ചിയും അർച്ചനയുമാണ്. സച്ചേട്ടാ, നമ്മളെല്ലാം വാങ്ങിയല്ലോ അല്ലേ എന്ന് അർച്ചന ചോദിക്കുമ്പോ കുഞ്ഞിന് 5 വയസ്സ് വരെയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ വാങ്ങിയിട്ടുണ്ടെന്നും അത് സന്ദീപിന്റെയും ആതിരയുടെയും കുഞ്ഞാണെങ്കിലും നമ്മുടെ കുഞ്ഞിനെ പോലെ വേണം നോക്കി വളർത്താനെന്നും സച്ചി പറയുന്നു. അങ്ങനെ അവർ വരുന്ന വഴിക്ക് ഒരു ക്ഷേത്രം കാണുമ്പോൾ സച്ചിയോട് വണ്ടി നിർത്താൻ പറയുകയാണ് അർച്ചന. എനിക്ക് ഒരു വലിയ കാര്യം പറയാനുണ്ട്, ഞാൻ പെട്ടെന്ന് പോയി പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് അർച്ചന പുറത്തേക്ക് ഇറങ്ങുന്നു. തുടർന്ന് ക്ഷേത്രത്തിനകത്തേക്ക് കയറുന്ന അർച്ചന തനിക്കും എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.